കൃത്യം 87 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1938 മാർച്ച് 3-ന്, അന്നാണ് ലോകത്തെ മാറ്റിമറിച്ച ആ കണ്ടുപിടുത്തം നടന്നത്. സൗദി അറേബ്യയിലെ ദഹ്റാനിലെ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു എണ്ണക്കിണർ പെട്രോളിയം ശേഖരത്തിൽ ഇടിക്കുകയായിരുന്നു. അത് സൗദിയുടെ ചരിത്രപരമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായും കയറ്റുമതി ചെയ്യുന്ന രാജ്യവുമായും ഈ കണ്ടുപിടുത്തം സൗദിയെ മാറ്റി. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ആഗോളതലത്തിലുള്ള സ്വാധീനത്തെയും പുനർനിർമ്മിച്ചു. ദേശീയ വരുമാനത്തിന്റെ 70% എണ്ണ വിൽപ്പനയിലൂടെയാണ് ഖജനാവിലേക്ക് എത്തുന്നത്. സൗദി അറേബ്യയിൽ എണ്ണ ഏറ്റവും കൂടുതലായി ഖനനം ചെയ്യപ്പെടുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലാണ്. ഇവിടെയാണ് രാജ്യത്തിന്റെ ഈ മൂല്യസമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എണ്ണശേഖരം കണ്ടെത്തുന്നതിന് മുൻപ് രാജ്യത്തെ ജനസംഖ്യയിലേറെയും നാടോടികളായിരുന്നു. മക്കയിലെത്തുന്ന തീർത്ഥാടകരെ ആശ്രയിച്ചായിരുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞിരുന്നത്. എന്നാൽ എണ്ണശേഖരം കണ്ടെത്തിയതോടെ അത് രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിനും മാറ്റത്തിനും വഴിതെളിച്ചു. രാജ്യം വളരെ പെട്ടെന്ന് തന്നെ ആധുനികതയിലേക്ക് കുതിച്ചു. പൈപ്പ് ലൈനുകൾ, ശുദ്ധീകരണശാലകൾ, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത് വഴിയൊരുക്കി. ഇന്ന് സൗദിയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എണ്ണ ഉൽപാദനവും അതിന്റെ കയറ്റുമതിയുമാണ്. ആഗോളതലത്തിൽ ഊർജ്ജ ശക്തി കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്വാധീനം അത് ഉറപ്പിച്ചു. എണ്ണ കയറ്റുമതിയിൽ മുൻനിരയിലുള്ള രാജ്യമെന്ന നിലയിൽ ആഗോള ഊർജ്ജ മേഖലയിൽ നിർണായകമായ പങ്കാണ് സൗദി വഹിക്കുന്നത്. പെട്രോളിയം വ്യാപാരത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുമായും ഏഷ്യയിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായും സൗദിയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 1973-ൽ ഓയിലിന്റെ വില വർദ്ധിച്ചതോടെ സൗദി അറേബ്യയിലേക്ക് ഒഴുകിയ പണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ അതിവേഗത്തിലുള്ളതും താരതമ്യമില്ലാത്തതുമായ വളർച്ചയ്ക്ക് കളമൊരുക്കി. സൗദി അറേബ്യയെ നവീകരിക്കുന്നതിന് 2 വർഷം കൊണ്ട് രൂപീകരിച്ച പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വരുമാനം 45 ബില്യൺ സൗദി റിയാലായിരുന്നു. രണ്ടാം പദ്ധതി ആയപ്പോഴേക്കും 480 ബില്യൺ റിയാലിലും കൂടുതലായി വർദ്ധിച്ചിരുന്നു. സൗദികളുടെ ഈ ഓയിൽ ബൂം പാശ്ചാത്യ കമ്പനികളെ വരെ അത് അങ്ങോട്ട് ആകർഷിച്ചു. പെട്ടെന്നുണ്ടായ ഈ വളർച്ചയെ താങ്ങാൻ വേണ്ട തൊഴിൽ ശക്തി ഇല്ലാതിരുന്ന സൗദികൾ വിദേശീയരെ ജോലിക്കായി എടുക്കാൻ നിർബന്ധിതരായി. എണ്ണയിലെ കുതിച്ചുചാട്ടം US, ഇന്ത്യ, പാകിസ്ഥാൻ, എത്യോപ്യ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെയും ആകർഷിക്കാൻ കാരണമായി. 1960-ൽ സൗദി അറേബ്യയും മറ്റ് 4 രാജ്യങ്ങളും ചേർന്ന് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ OPEC എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും എണ്ണയെ ആശ്രയിക്കുന്നതുമായ മുൻനിര രാജ്യങ്ങളുടെ സഹകരണമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. പിന്നീട് ഖത്തർ, ഇന്തോനേഷ്യ, ലിബിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്, അൾജീരിയ, നൈജീരിയ, ഇക്വാട്ടർ, ഗാബൺ, അങ്കോള, ഇക്വറ്റോറിയൻ ഗിനിയ, കോങ്കോ എന്നീ രാജ്യങ്ങൾ കൂടി ഈ സംഘടനയുടെ ഭാഗമായി. ഈ കൂട്ടായ്മയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളും എണ്ണ ഖനനം ചെയ്യുന്നുണ്ട്. ഇരു വിഭാഗത്തെയും ചേർത്ത് OPEC+ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നിരുന്നാലും കൂട്ടായ്മയുടെ അവസാന വാക്കും സൗദിയുടേത് തന്നെ. ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്നു എന്നതാണ് സൗദി ഇക്കാര്യത്തിൽ മുന്നിൽ നിർത്തുന്നത്. ലോക വിപണിയിൽ എണ്ണവില നിശ്ചയിക്കുന്നതിലും സൗദിയുടെ പങ്ക് മുഖ്യമാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പര്യവേഷണങ്ങൾ തുടരുന്നുണ്ട് എങ്കിലും ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇപ്പോഴും അസംസ്കൃത എണ്ണയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. എണ്ണയാണ് സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗം. ഇത് ശരിവെക്കുന്നത് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളും. സൗദി അറേബ്യയിൽ 7 എണ്ണ വാതക നിക്ഷേപങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. കിഴക്കൻ പ്രവിശ്യയിലും MT ക്വാർട്ടറിലുമാണ് ഇവ കണ്ടെത്തിയത്. സൗദിയുടെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ ആരാംകോ നടത്തിയ പരിശോധനയിലാണ് എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും പ്രതിദിനം 1,00,000 ബരാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 8 ദശലക്ഷം വാതക നിക്ഷേപവും ഇവിടെയുണ്ട്. MT ക്വാർട്ടറിൽ പ്രധാനമായും വാതക നിക്ഷേപമാണുള്ളത്. വിഷൻ 2030 എന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സൗദിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ കണ്ടെത്തൽ. GCC രാജ്യങ്ങളിൽ പെട്രോളിയത്തിന്റെ ലഭ്യത കുറയുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് സൗദിയിൽ പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയത്. പ്രതിദിനം 1.25 കോടി ബരാലാണ് സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദനം.
ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പെട്രോളിയം സ്റ്റോക്കിന്റെ 1% പ്രതിവർഷം ഖനനം ചെയ്തു വരുന്നത്. ഇത് അടുത്ത 200 വർഷത്തേക്ക് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്താതിരിക്കുകയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയോ ചെയ്താൽ ഈ ശേഖരം നേരത്തെ അവസാനിക്കും. ഉൽപാദനത്തിന്റെ 59% കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. സൗദിയിൽ നിന്നും പ്രതിദിനം 11.1 ദശലക്ഷം ബരാൽ എണ്ണയാണ് കയറ്റുമതി ചെയ്യുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 25% രാജ്യത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഉൽപാദനത്തിനും വ്യവസായങ്ങൾക്കും കൂടുതലായി പെട്രോളിയം ഉൽപ്പന്നങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയാണ്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് സൗദി അറേബ്യയ്ക്ക് 260 ബില്യൺ ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരമുണ്ട്. ലോകത്തിൽ അതിവേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. രാജ്യത്തിന്റെ വരുമാനത്തിന്റെ നട്ടെല്ലായ ഓയിൽ കരുതൽ ശേഖരമാണ് അവരെ അതിന് പ്രാപ്തരാക്കുന്നത്.